കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം. തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ദിനമാണ് 1935 മെയ് 11. സി കേശവന്റെ ജീവിതത്തിലും ആ ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അന്ന് കോഴഞ്ചേരിയിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ സമ്മേളനത്തിൽ അധ്യക്ഷനായി SNDP യോഗം ജനറൽ സെക്രട്ടറിയായ സി കേശവൻ ചെയ്ത പ്രസംഗം പിൽക്കാലത്ത് കോഴഞ്ചേരി പ്രസംഗം എന്ന പേരിൽ ചരിത്രത്തിൽ സ്ഥാനം നേടി. ഈ പ്രസംഗത്തിൻ്റെ പേരിൽ തിരുവിതാംകൂർ സർക്കാർ സി കേശവനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി ജയിലിലടച്ചു. നാട്ടുകാർ സിംഹമെന്നും കിരീടം വയ്ക്കാത്ത രാജാവെന്നുമുള്ള ബഹുമതികൾ നൽകി സി കേശവനെ ആദരിച്ചു. യഥാർത്ഥത്തിൽ സി കേശവൻ രാജാവിനെതിരായല്ല പ്രസംഗിച്ചത്. രാജാവിൻ്റെ ഉപദേശകനായിരുന്ന സർ CP രാമസ്വാമിയുടെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരായിട്ടായിരുന്നു കേശവൻ തൻ്റെ പ്രസംഗത്തിലുടനീളം ആഞ്ഞടിച്ചത്. സർ മുഹമ്മദ് ഹബീബ് ആയിരുന്നു അന്ന് ദിവാൻ. പക്ഷേ CP പറയും പോലെയായിരുന്നു കൊട്ടാരത്തിൻ്റെ നടപടികൾ. പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി സി കേശവൻ വാദിച്ചു. അതിനെതിരായി ശബ്ദമുയർത്തിയ നേതാക്കളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. കരം തീരുവയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വോട്ടവകാശം നിശ്ചയിച്ചിരുന്നത്. ഉത്തരവാദ പ്രക്ഷോഭം തുടങ്ങിയതിന് മുമ്പ് തന്നെ കേശവൻ വോട്ടവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ വിട്ടുപോകണമെന്ന് സി കേശവൻ തൻ്റെ പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസംഗത്തിൻ്റെ പേരിൽ സി കേശവനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി. ജൂൺ 7 ആലപ്പുഴ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കൊല്ലത്തെ കോടതിയിൽ കേസ് വിസ്താരം നടത്തി. അന്നത്തെ പ്രശസ്ത അഭിഭാഷകനും പിൽക്കാലത്ത് കോൺഗ്രസ് നേതാവുമായ TM വർഗീസാണ് കേസ് വാദിച്ചത്. സി കേശവന് 1 വർഷത്തെ തടവും 500 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വിധിക്കെതിരെ സി കേശവൻ ബാരിസ്റ്റർ ജോർജ് ജോസഫ് മുഖേന ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷ 2 വർഷം തടവായി കൂട്ടി. 1935 ഡിസംബർ 13 ഈ ചരിത്രപ്രസിദ്ധമായ വിധി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.